ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു ബട്ടർ മല്ലി കഴിക്കാൻ ഒരു കൊതി വന്നു. അതും പർട്ടിക്കുലർ ഒരു കടയിൽ നിന്നുള്ള കഴിക്കണം എന്നുള്ളൊരു തോന്നൽ. അവിടെ ആ ഒരു കടയിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എനിക്കുള്ളൊരു ഒരു 3-4 വർഷമെങ്കിലും ആയി കാണും ഞാൻ ആ പർട്ടിക്കുലർ കടയിൽ പോയിട്ട്. അത് അവിടെ തന്നെയാണ് എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്നാക്സൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ, നോൺ വെജോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. നോൺ വെജ് എന്ന് പറയാൻ മുട്ട മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മുട്ട വന്ന് വെജാണോ നോൺ വെജാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നോയ്സ് കാണും, കാരണം ഞാൻ ഇപ്പോൾ റോഡിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അതുമാത്രമല്ല കാറ്റും വണ്ടികൾ പോകുന്നതിൻ്റെ ഒക്കെ ബഹളം കാണും. സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ നോക്കട്ടെ. നല്ല കാറ്റുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് നേരെ കടയിൽ പോവാം. കടയിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് 1-2 ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് വരാം. എനിക്ക് ഹണി ബന്നൊക്കെ കഴിക്കണമെന്നുണ്ട്. ഹണി ബന്നൊക്കെ അവിടെ കിട്ടാൻ ഇല്ല. അഥവാ അവിടെ കൊണ്ട് വച്ചാലും പെട്ടെന്ന് തീർന്ന ഒരു ഐറ്റമാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതെന്താണെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ബേക്കറി, ശ്രീ ഗണേശ. അങ്ങനെ ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ഐറ്റംസ്: കട്ട്ലറ്റും പപ്സ്, ബീറ്റ് റോള്, അങ്ങനെ ബീറ്റ് റോളല്ല സോറി വെജ് റോൾ. അതിലൊരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാണ് കോക്കനട്ട് ബണ്ണും ബട്ടർ ബണ്ണും ഹണി ബണ്ണൊക്കെ ഉള്ളത്. ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട്. ഇതത്രയും ഹോം മെയ്ഡായിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് കടയിൽ പോയി സാധനം വാങ്ങിച്ചു. അവിടുന്ന് അങ്ങനത്തെ സാധനമാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ ഹണി ബന്നും ബട്ടർ ബന്നും ഞാൻ വാങ്ങിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ സ്വീറ്റ് ബണ്ണ് ഇല്ലായിരുന്നു. പിന്നെ കോക്കനട്ട് ബണ്ണ് ഉണ്ടായിരുന്നു. കോക്കനട്ട് സ്വീറ്റ് ബണ്ണെന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കഴിച്ചത്. അത് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വരും. അത് കഴിഞ്ഞ് ഒരു കട്ട്ലറ്റും കഴിച്ചു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. നോർമലി ഉള്ളതാണ്. പക്ഷേ എന്തായാലും അവിടെ നല്ല ടേസ്റ്റാണ്. എല്ലാ ഐറ്റത്തിനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ആ പർട്ടിക്കുലർ കടയിലെ റെക്കമെൻഡഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹണിയാണ്. ഹണി ബന്ന്, ബട്ടർ ബൺ, അതൊക്കെയാണ് അവിടുത്തെ ഫേമസ്. അതേപോലെ കോക്കനട്ട് ബണ്ണുണ്ട്, സ്വീറ്റ് ബണ്ണുണ്ട്, അതൊക്കെയാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. എൻ്റെ അറിവിൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളതാണ്. എനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെയുള്ളത്. എന്തായാലും നിങ്ങൾ ആദ്യം എന്താ പറയുക കോക്കനട്ട് ബണ്ണ് കഴിക്കെല്ലാം നിങ്ങൾ പോയി നോക്കിയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സംഭവം പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. ഇവരെ ഒന്ന് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കിക്കോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവനെ എന്താ പറയണ്ടേ, എടുക്കട്ടെ. കവറിൽ ഞാൻ എടുത്തിട്ട് നമുക്ക് കാണാം. ഇതാണ് ഹണി ബൺ. നല്ല ടേസ്റ്റാണ്, കൊള്ളാം. നമുക്ക് ഇത് കഴിച്ചിട്ട് അടുത്ത ബട്ടർ ബൺ എടുക്കാം. ഇത് ഞാൻ കഴിച്ചിട്ട് കാണാം. ഇത് ബട്ടർ ബണ്ണാണ്. നല്ല അകത്ത് നല്ല ബട്ടർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. അല്ല, നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ആകെ ഹണി ബന്നും ബട്ടർ ബന്നും ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം പതുക്കെ ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ കട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓരോണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡയറ്റ് അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് ഇത് പറ്റും തോന്നില്ല. കാരണം മാക്സിമം മധുരമുള്ള ഐറ്റംസാണ് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.
ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വച്ചേക്കാം. അപ്പം ഓക്കെ, ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.